ഇറാൻ സുരക്ഷാ കൗൺസിൽ മേധാവി അലി ലാരിജാനി കൊല്ലപ്പെട്ടെന്ന് സ്ഥിരീകരിച്ച ഇറാൻ കനത്ത തിരിച്ചടി നൽകുമെന്നും ഇറാൻ റവല്യൂഷണറി ഗാർഡ്സ് പ്രഖ്യാപിച്ചു. അതേസമയം ഹോർമൂസിലെ ഇറാന്റെ മിസൈൽ കേന്ദ്രങ്ങളിൽ കനത്ത പ്രഹരം ഏൽപ്പിച്ചെന്ന് അമേരിക്ക അവകാശപ്പെട്ടു. അശ്വജിത് സി ചേരുന്നുണ്ട് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും. അശ്വജിത്ത്, ഗുഡ് മോർണിംഗ്. ലാരിജാനി കൊല്ലപ്പെട്ടുവെന്ന് സ്ഥിരീകരിക്കുകയല്ലേ, ഇതേ തുടർന്ന് വീണ്ടും ആക്രമണം ശക്തമാകാനുള്ള സാധ്യതയാണ് മുന്നിൽ കാണുന്നതെന്ന് തോന്നുന്നു, അല്ലേ? മോദി, തീർച്ചയായിട്ടും കഴിഞ്ഞ ദിവസം ഉച്ചയോടെ തന്നെ ഈ വാർത്ത പുറത്തു വന്നതാണ്. ഇപ്പോൾ ഇന്ന് പുലർച്ചെയാണ് ഇറാന്റേതായ ഒരു ഔദ്യോഗിക സ്ഥിരീകരണം വരുന്നത്. ഈ ലാരിജാനി വളരെ പ്രധാനപ്പെട്ട ഇറാന്റെ വളരെ തന്ത്രപ്രധാനമായ ഭരണ ചുമതലകൾ വഹിച്ചിരുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ അതിന്റെ വലിയൊരു ഇമ്പാക്റ്റ് അല്ലെങ്കിൽ അതിന് വലിയൊരു തിരിച്ചടി ഉറപ്പാണ് എന്നതിൽ തർക്കമില്ല. അത് ഇറാൻ റവല്യൂഷണറി ഗാർഡ്സ് ഇതിനോടകം തന്നെ പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. തങ്ങളുടെ സുരക്ഷാ കൗൺസിൽ മേധാവിയെ വധിച്ചതിന് പിന്നാലെ ഇസ്രായേലിന് അതിശക്തമായ തിരിച്ചടി നൽകുമെന്നതാണ് ഇപ്പോൾ റവല്യൂഷണറി ഗാർഡ്സ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇറാൻ സ്പീക്കറുടേതായി വന്നൊരു പ്രസ്താവനയാണ്. അതിൽ ഒരുപക്ഷെ ലോകത്തിന് തന്നെ ആശങ്കയുണ്ടാക്കുന്ന ചില സൂചനകൾ വരുന്നുണ്ട്. അതായത് ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതം ഇനി ഒരിക്കലും പഴയതുപോലെ ആകില്ല, അല്ലെങ്കിൽ ഇറാന്റെ പരിപൂർണമായ നിയന്ത്രണത്തിൽ തന്നെയാകും, അല്ലെങ്കിൽ തങ്ങൾക്ക് ആവശ്യമുള്ള രീതിയിൽ തന്നെ അത് ക്രമീകരിക്കുമെന്നതാണ് ഇറാന്റെ സ്പീക്കറും പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതിന് തൊട്ടു പിന്നാലെ അമേരിക്കയുടേതായി വന്നിട്ടുള്ളൊരു പ്രസ്താവന കൂടിയുണ്ട്, അല്ലെങ്കിൽ അമേരിക്കയുടേതായി വന്നിട്ടുള്ള ഒരു അവകാശവാദമുണ്ട്. ഹോർമുസ് കടലിടുക്കിൽ ഈ കപ്പലുകളെ ആക്രമിക്കുന്ന ഇറാന്റെ മിസൈൽ കേന്ദ്രങ്ങൾ തകർത്തുവെന്നും അവിടെ വലിയ പ്രഹരമുണ്ടാക്കിയെന്നും അമേരിക്ക അവകാശപ്പെടുന്നു. ഇത്തരത്തിൽ പശ്ചിമേഷ്യയിലെ സാഹചര്യങ്ങൾ കലുഷിതമായി സംഘർഷമായി തന്നെ തുടരുകയാണ്. ഏതായാലും ലാരിജാനിയുടെ കൊലപാതകം ഇറാൻ ഇനി വലിയ തിരിച്ചടി നൽകുമെന്ന് പ്രഖ്യാപിക്കുമ്പോൾ അത് സംഘർഷം കൂടുതൽ വ്യാപിപ്പിക്കാനാണ് സാധ്യത.